പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് വീണ്ടും തിരിച്ചടി. ഇസ്ലാമിക വിരുദ്ധമായി വിവാഹം കഴിച്ചതിന് ഇമ്രാനും ഭാര്യയ്ക്കും 7 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. വിശദാംശങ്ങളുമായി മനീഷ് ചേരുന്നുണ്ട്. മനീഷ്, ഇപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ ഇമ്രാൻഖാനെതിരെ ഇപ്പോൾ മൂന്നാമത്തെ കോടതി വിധിയാണ് വന്നിട്ടുള്ളത്. ഇസ്ലാമിക വിരുദ്ധമായി വിവാഹം കഴിച്ചതിന് ഇമ്രാൻഖാന് മാത്രമല്ല ഭാര്യയ്ക്കും തടവ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 2018 ഇസ്ലാമിക നിയമം ലംഘിച്ചുകൊണ്ട് വിവാഹം കഴിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ഖുഷ്റ ഖാനും 7 വർഷം തടവും പിഴയും കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇസ്ലാമാബാദ് കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മുൻ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടിയ ശേഷം ഇദ്ദത്ത് എന്നൊരു കാലയളവുണ്ട്. അതായത് മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾ നിർബന്ധമായും പൂർത്തിയാക്കേണ്ട ഒരു 3 മാസ കാലയളവ്. അത് പൂർത്തിയാക്കാതെയാണ് ബുഷ്റ ഖാൻ ഇമ്രാൻഖാനെ വിവാഹം കഴിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് കോടതി ഇത്തരം ഒരു ശിക്ഷ വെച്ചത്. മാത്രമല്ല, ഇതേസമയം തന്നെ സർക്കാർ രഹസ്യങ്ങൾ ചോർത്തി എന്നൊരു കാരണത്താൽ ഇമ്രാൻഖാനെ 10 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. പിന്നെ 2022 ഒരു അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുകയും 14 വർഷം ശിക്ഷ വിധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് 2 വർഷമായിട്ട് അദ്ദേഹം ജയിലിൽ തുടരുകയാണ്. ഈ ഒരു സമയത്തിനിടയിലാണ് ഇത്തരത്തിലൊരു വിധി 7 വർഷം ശിക്ഷ വീണ്ടും വിധിച്ചിരിക്കുന്നത് കോടതി. ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം വ്യക്തമാക്കുന്നത്. അനുജ, ശരി, വ്യക്തമാണ് മനീഷ്. ഇപ്പോൾ മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന് വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. വീണ്ടും ഒരു കേസിൽ കൂടി അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 7 വർഷത്തെ തടവാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇമ്രാൻഖാനും ഭാര്യയ്ക്കുമാണ് ശിക്ഷ വിധിച്ചത്. വിശദാംശങ്ങൾ നൽകിയത് മനീഷാണ്.